തമ്പാനൂരിൽ KSRTC ബസ്സുകൾ തടഞ്ഞു. കടകളടയ്ക്കാനും ആഹ്വാനം. നെടുമങ്ങാട് KSRTC ഡിപ്പോയിൽ നിന്ന് ബസ്സുകൾ ഇറക്കാൻ സമരാനുകൂലികൾ അനുവദിച്ചില്ല. കണിയാപുരത്ത് ഹർത്താൽ അനുകൂലികളും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. വാഹനം തടയൽ 1.5 മണിക്കൂർ നീണ്ടതോടെ കണിയാപുരത്ത് ഗതാഗത കുരുക്ക് രൂപപ്പെട്ടു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. തൊടുപുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത്. സമര അനുകൂലികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ജെയിനിസ് രാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെയിൻ, എന്താണ് ഉണ്ടായത്? അവിടെ നിന്നുള്ള വിശദവിവരങ്ങൾ എന്തൊക്കെ? മോത്തി, നഗരത്തിന് പല ഭാഗത്തു നിന്ന് ഈ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുന്നുണ്ടായിരുന്നു. പോലീസ് കർശന നിർദ്ദേശം നൽകി വാഹനങ്ങൾ തടയാൻ കഴിയില്ല എന്ന്. പക്ഷേ അതിനുശേഷവും സംഘടിച്ചെത്തി ഇപ്പോൾ ഇവിടെ ഈ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം വാഹനങ്ങൾ KSRTC ബസ് അടക്കം തടയാൻ ശ്രമിച്ചപ്പോഴാണ് ഈ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. ഇപ്പോൾ വാഹന ഗതാഗതം പോലീസ് പുനഃസ്ഥാപിക്കുകയാണ്. രാവിലത്തേക്കാൾ കൂടുതൽ ആളുകൾ വാഹനങ്ങളുമായിട്ട് നിരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ കടകമ്പോളങ്ങളൊന്നും തുറന്ന് പ്രവർത്തിക്കുന്നില്ല, പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. KSRTC ചില സർവീസുകൾ നടത്തുന്നുണ്ട്. എന്തായാലും സമരാനുകൂലികളെ മുഴുവൻ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വീണ്ടും ഗതാഗതം പുനഃസ്ഥാപിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സാധാരണ ഹർത്താലിൽ നിന്ന് വ്യത്യസ്തമായി പോലീസ് ഇത്തവണ വളരെ സജീവമായി തന്നെ ഈ നിയമപാലനവുമായി ബന്ധപ്പെട്ട് രംഗത്തുണ്ട്. കർശന നിർദ്ദേശം വാഹനം തടയുന്നവർക്ക് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്നു. അപ്പോൾ അത് ലംഘിച്ചുകൊണ്ട് വീണ്ടും വാഹനങ്ങൾ തടഞ്ഞവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. KSRTC അടക്കം ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. മോത്തി, ശരി, KSRTC സർവീസ് നടത്തുന്നുണ്ട്, ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് തൊടുപുഴയിൽ നിന്നും ജെയിനിസ് രാജു പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ. പാലക്കാട് നിന്ന് ഗോകുൽ VS കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. പാലക്കാട് നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഹർത്താലിന്റെ? പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലാണ് ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നത്. ആദ്യ ഘട്ടത്തിൽ സമരാനുകൂലികൾ വാഹനം തടഞ്ഞു. പിന്നീട് പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം അത് വാഹനങ്ങൾ തടയിൽ നിന്നതിൽ മാറി ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്തെത്തി ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഈ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി തന്നെ നടത്തുന്ന ഹർത്താലാണ്. അതിൻ്റെ ഭാഗമായാണ് പാലക്കാടും ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇപ്പോൾ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലാണ് സമരാനുകൂലികൾ ഉള്ളത്. എന്താണ് അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത്. അത് കൃത്യമായിട്ട് ചെയ്തു. ഞങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ആർക്കും ഞങ്ങളെ കൊണ്ട് ഉപദ്രവമായിട്ടില്ല, ഞങ്ങൾക്ക് മറ്റുള്ളവരെ കൊണ്ട് ഉപദ്രവമായിട്ടില്ല. എല്ലാവരും വളരെ സഹകരണത്തിൽ ഞങ്ങൾ പ്രതിഷേധം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റി. രാവിലെ 6 മണി മുതൽ 9 മണി വരെ ഒട്ടനവധി ബസ്സുകൾ ഓടാതെ അവർ സഹകരിച്ചു. ഒട്ടനവധി പോലീസ് ജീവനക്കാരും ഞങ്ങളവർ സഹകരിച്ചു. സമരം ഞങ്ങൾക്ക് ഉദ്ദേശിച്ചതിൽ അപ്പുറം വിജയമാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. താൽക്കാലികമായി പ്രതിഷേധം അവസാനിപ്പിക്കുകയാണ്. ഇവർ പറയുന്നത് പല ബസ്സുകളും സ്വമേധയാ തങ്ങൾ ഓടുന്നില്ല എന്ന് തീരുമാനിച്ചു ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് കടകളൊക്കെ തന്നെ പല കടകളും തങ്ങളുമായി സഹകരിക്കുന്നുണ്ട്. പോലീസും സഹകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ മറ്റുള്ളവർക്ക് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലേക്ക് സമരം ഇനി അധികം വലിച്ചിഴക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സമരം താൽക്കാലികമായി ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഈ സംഘടനകളുടെ കൂട്ടായ്മ പറയുന്നത്. തുടക്കം മുതൽ ഹർത്താലിനോട് വലിയ പ്രതിഷേധമൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലടക്കം ഓരോരുത്തരും പറഞ്ഞിരുന്നു. ഹർത്താൽ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്, അത് ആര് നടത്തിയാലും. പക്ഷേ ഇവിടെ നിതിൻ രാജിന് നീതി കിട്ടുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിൽ ഉറച്ചു നിൽക്കുകയാണ് നമ്മളെല്ലാവരും. നിതിൻ രാജിന് നീതി ലഭ്യമാകണം. ഇനി ഒരു ജാതി അധിക്ഷേപമോ മറ്റേതെങ്കിലും തരത്തിലുള്ള വിദ്യാർത്ഥികളെ ആക്ഷേപമോ ഒന്നും ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന കാര്യത്തിലും നമ്മളൊക്കെ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ സമരാനുകൂലികൾ പറയുന്നത് ഇവരെ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ അവർ പിൻവാങ്ങുന്നു എന്ന് തന്നെയാണ്. പൂർണ്ണമായും ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ട രീതിയിലാണോ പാലക്കാട് എല്ലായിടത്തും, ഗോകുൽ? പൂർണ്ണമായി തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ട നിലയിലാണ്. കുറച്ച് ഏതാനും ചില നിമിഷങ്ങൾ മാത്രമേ സമരാനുകൂലികൾ വാഹനങ്ങൾ തടയുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയുള്ളൂ. അതിനുശേഷം പോലീസ് ഈ സമരം അവസാനിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് സമരാനുകൂലികൾക്ക് നൽകി. അതിനെ തുടർന്ന് തന്നെ സമരാനുകൂലികൾ പൂർണ്ണമായും ഈ റോട്ടിൽ നിന്ന് പിന്മാറി ഈ റോഡിൻ്റെ സമീപത്ത് ഒരു പ്രതിഷേധവുമായി നിലയുറപ്പിക്കുകയാണ്. മറ്റ് ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങൾ തടയുന്നതിലേക്കോ അക്രമത്തിലേക്കോ ഒന്നും നീങ്ങുന്നില്ല.
ഇവർ തന്നെ സമരാനുകൂലികൾ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. പൊതുജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് തങ്ങൾ പോകുന്നില്ല. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഈ പറയുന്ന ബസ് തടയുന്ന പ്രതിഷേധത്തിലേക്കൊക്കെ അതിൽ നിന്നൊക്കെ തന്നെ പിൻവാങ്ങിയത്. മറിച്ച് പല ബസ്സുകളും തങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പല ആളുകളും ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് ബസ് ഓടിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായി. രാവിലെ 6 മണി മുതൽ പലരും ബസ് പുറത്തിറക്കിയിട്ടില്ല, നിരത്തിലിറക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ പല കടകളും അടച്ച് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ തന്നെ തങ്ങളോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് ഇത്തരത്തിൽ കടകൾ അടച്ചൊക്കെ തന്നെ തങ്ങളുടെ പ്രതിഷേധത്തിനൊപ്പം പങ്കുചേരുന്നത്. മറ്റു രീതിയിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ പറയുന്നത്. ശരി, ഗൂഗിൾ VS ആണ് വിവരങ്ങൾ നൽകിയത്. അമൽ തേനമ്പറമ്പിൽ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. അമൽ, തിരുവനന്തപുരത്ത് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ടോ? സമരക്കാർ പിന്തിരിഞ്ഞിട്ടുണ്ടോ? പോലീസ് ഇടപെടൽ കാര്യക്ഷമമാണോ? മോദി, ഒരുപാട് സമയമായി തടഞ്ഞിട്ടിരിക്കുന്ന ബസ്സുകളാണ്. രാവിലെ സമരം ആരംഭിച്ച സമയം മുതൽ തന്നെ തമ്പാനൂരിൽ ശക്തമായിരുന്നു പ്രതിഷേധം. വരുന്ന വാഹനങ്ങൾ, പ്രത്യേകിച്ച് KSRTC ബസ്സുകൾ തടഞ്ഞിരുന്ന സമീപനമാണ് ഹർത്താൽ അനുകൂലികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇപ്പോൾ എന്തായാലും ഇടയ്ക്ക് 1 മണിക്കൂറൊക്കെ കൂടുമ്പോൾ ഒരു ബസ് വിടുന്നു എന്നതിനപ്പുറത്തേക്ക് ബസ്സുകൾ കടത്തിവിടാത്ത ഒരവസ്ഥ ഇവിടെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ തിരക്ക് എന്ന് പറയുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങിയ ആളുകളാണ്. ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. ഈ ഇറങ്ങി വരുന്ന ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ ബസ്സിൽ പോകേണ്ട ആളുകൾ മാത്രമാണ് ബുദ്ധിമുട്ടുന്നത്. ഓട്ടോറിക്ഷകളും മറ്റുമൊക്കെ ഇപ്പോഴും അതിലെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ബസ്സുകൾ ഇവർ തടഞ്ഞിടുകയാണ്. അതിന് കാരണമായി ഇവർ പറയുന്നത് ഈ ഹർത്താൽ പൊളിക്കാനായി സർക്കാർ തന്നെ ഇടപെടൽ നടത്തി, അതിനാലാണ് സർക്കാർ ബസ്സുകൾ നിരത്തിലേക്ക് ഇറക്കിയത് എന്നുള്ളതാണ് ഇവർ അതിന് കാരണമായി പറയുന്നത്. ബസ്സുകൾ കുറേ അധികം സമയമായി തടഞ്ഞിട്ടിരിക്കുന്നു. നമുക്ക് ഇവിടെ കാണാൻ കഴിയും, പോലീസുകാരും ഈ സമരക്കാരുടെ ഇടയ്ക്ക് മുൻനിരയിൽ പോലീസുകാരും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ മാത്രമല്ല, കുറച്ചു മുൻപ് ACPയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. AC ഇവിടെ വന്ന് ഇറങ്ങിയ സമയത്ത് ഈ ഹർത്താൽ അനുകൂലികളോട് കുറച്ച് വാഹനങ്ങളിലും കടത്തിവിടണം, ഒരു ഇടവേളകളിലെങ്കിലും വാഹനങ്ങൾ കടത്തിവിടാൻ അനുമതി നൽകണം എന്നൊരു ആവശ്യം ഉന്നയിച്ചു. പക്ഷേ ഹർത്താൽ അനുകൂലികൾ അതിനോട് അനുകൂലമായൊരു സമീപനമല്ല സ്വീകരിച്ചത്. പക്ഷേ അതിനുശേഷം പോലീസുകാരും ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. വളരെ കുറച്ച് പോലീസുകാർ ഈ ഹർത്താൽ അനുകൂലികൾക്കിടയിലൂടെ അവിടെ ഇവിടെ നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ബസ്സുകൾ കടത്തിവിടാനോ അല്ലെങ്കിൽ ഈ ആളുകൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തുന്ന ആളുകളെ ഇവിടെ നിന്ന് മാറ്റാനോ ഉള്ള യാതൊരു ശ്രമവും ഉണ്ടാകുന്നില്ല.